ഞങ്ങളിന്ന് കേരളത്തിന് പുറത്ത് നടത്താൻ പറ്റുന്ന സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നീലഗിരിയിലോട്ട് പോവാണ്. ആദ്യമായി പാടന്തറ മർക്കസിലാണ് എത്തിയത്. മനോഹരമായ സ്വീകരണമാണ് അവർ ഞങ്ങൾക്ക് നൽകിയത്. ജാമിയ നുസ്രത്തിലെ ഉസ്താദുമാരും കൂടെ പഠിച്ചവരും ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെയാണ് കൂടെയുള്ളത്. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നീതയുടെ കീഴിലുള്ള സ്മൈൽ, അതിലൂടെയാണ് ഞങ്ങൾ കേരളത്തിന് പുറത്ത് വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടത്താനിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിൽ പല സെഷനുകൾ. അതാണ് ഈ യാത്ര. പ്രകൃതിയുടെ സമൃദ്ധമായ സൗന്ദര്യം സമ്മാനിക്കുന്ന ഒരു പറുദീസയാണ് നീലഗിരി. കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ, പർവ്വതനിരകൾ, വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന അരുവികൾ, ആവേശകരമായ ട്രക്കിംഗ് പാതകൾ. ആഹാ, ഇതിൽ പരം എന്തു വേണം നീലഗിരിയെ മനോഹരമാക്കാൻ? കൂടെ കൂട്ടുകാരും ഉസ്താദുമാരും രസകരമായ ചർച്ചകളും പഴയകാലം ഓർത്തെടുക്കാനും ഓരോന്ന് പറഞ്ഞ് ആനന്ദിക്കാനും ഇടയ്ക്ക് ഞങ്ങൾ സമയം കണ്ടെത്തി. ഗൂഡല്ലൂർ SI സുലൈമാൻ സാറാണ് ഞങ്ങളുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഉസ്താദുമാർ തുടങ്ങി തന്നു. ചൂടുള്ള ചർച്ചകളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കുളിർ കാറ്റിനൊപ്പം ചാറ്റൽ മഴയും കൂട്ടിനെത്തി. വിശക്കുന്ന വയറുകൾക്ക് സ്വാന്തനമേകാൻ പൊറാട്ടയും കടലക്കറിയും. ചർച്ചകൾ മുന്നോട്ട് പോയി. തൊട്ടടുത്ത വെള്ളച്ചാട്ടത്തിലെ ചാടിക്കുളി ഏറെ വൈബ് നൽകുന്നതായിരുന്നു. ഈ പള്ളിയിലായിരുന്നു ജുമാ നിസ്കാരം. ചുറ്റുമുള്ള വീടുകൾ ഏറെയും നിർധനരുടേതാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ സെഷൻ എങ്ങനെ പാസീവ് ഇൻകം നേടാം എന്ന ഷെരീഫ് നുസ്രിയുടെ ടോക്ക് ചിക്കൻ ബിരിയാണി തന്നേക്കാവുന്ന ഉറക്കത്തെ ഇല്ലാതാക്കുന്നതായിരുന്നു. ഉസ്താദുമാരുടെ കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ചൂട് ചായയും കുടിച്ച് താഴോട്ടിറങ്ങുകയാണ്. തണുപ്പുള്ള ഏരിയ ആയതിനാൽ തന്നെ മിക്ക വീടുകളും വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ കാണാനിടയായി. അവസാനത്തെ സെഷനിൽ ഷെയ്ഖുന അലി ഉസ്താദിൻ്റെ നസീഹത്തും ദുആവും കഴിഞ്ഞ് പിരിഞ്ഞിറങ്ങുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയോ നേടിയ പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്.